ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ഇറ്റലിയാണ്. ഇപ്പം നമ്മൾ വന്നു, ഡ്രസ്സൊക്കെ മാറി, ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മൾ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കിയിരിക്കുന്ന സ്ഥലം, ഒരു ചർച്ച് പോലുള്ള അതിനുള്ളിലാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഈ റോഡിൻ്റെ നേരെ ചെന്ന് എൻഡിൽ കാണുന്ന അവിടെയാണ് നമ്മുടെ മാർപ്പാപ്പേനെ അടക്കിയിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഞങ്ങൾ താമസിച്ച സ്ഥലത്തുനിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ നമ്മൾ വന്നു, ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു 2 ദിവസത്തെ വിഷ്വൽസ് ആയിരിക്കും. ഫസ്റ്റ് ഡേയും പിന്നെ സെക്കൻഡ് ഡേയും നമ്മൾ പോയതും. സോ ഇപ്പം നമ്മൾ മാർപ്പാപ്പയെ അടക്കിയ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനും ഇപ്പം ഇറ്റലിയിൽ ചെന്ന വീഡിയോ ഇപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് കുറച്ച് പനിയൊക്കെ ആയിട്ട് എനിക്ക് വോയിസ് ഓവർ ഒന്നും ചെയ്യാനുള്ള സൗണ്ടൊന്നും ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരു വീക്ക് ഡേയ്സ് ടൈം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാളെ നമ്മൾ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം എന്തായാലും അവിടെ നല്ല തിരക്കായിരിക്കും ആ ഒരു ദിവസം. ഇവിടെ നമ്മൾ വന്നിട്ട് വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, പാരീസിനെക്കാട്ടിലും കുറച്ചുകൂടെയും എക്സ്പെൻസ് കുറവായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ത് കാര്യം ഫുഡായാലും പിന്നെ നമുക്ക് എന്തെങ്കിലും സാധാരണ സുവനീർസൊക്കെ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാധാരണ നോർമൽ പ്രൈസിനെക്കാട്ടിൽ കൂടുതൽ പ്രൈസ് ആയിരിക്കും. എൻട്രൻസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ ഇപ്പം അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും പോയി നോക്കി. ഇവിടെ ഇപ്പം നല്ല മഴക്കോളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ചൂടുമുണ്ട്. മഴയൊന്നും പെയ്യുന്നൊന്നുമില്ല. റോം ഏപ്രിൽ 26, 2025 പോപ്പ് ഫ്രാൻസിസിനെ ഇവിടെ റോമിലെ സാന്റ മരിയ മജിയോറ എന്ന് പറയുന്ന വത്തിക്കാൻ സിറ്റിക്ക് പുറത്തുള്ള ഒരു ബസിലിക്കയിലാണ് പോപ്പിനെ അടക്കം ചെയ്തത്. ഏകദേശം ഒരു 400 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് പോപ്പ് മരിച്ചതിന് ശേഷം വത്തിക്കാൻ സിറ്റിക്ക് പുറത്ത് അടക്കം ചെയ്യുന്ന ആദ്യത്തെ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ അടക്കം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. 1664 ക്ലെമന്റ് 4 എന്ന പോപ്പിന് ശേഷം സാന്റ മരിയ മെജോറിൽ അടക്കം ചെയ്യുന്ന ആദ്യത്തെ പോപ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പോപ്പിൻ്റെ ആഗ്രഹപ്രകാരം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആഡംബരങ്ങളോ ഇല്ലാതെ വളരെ ലളിതമായൊരു രീതിയിലുള്ളൊരു കല്ലറ വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നിർമ്മിച്ചതാണ്. സോ അപ്പോൾ ഇത് കാണാൻ പറ്റിയതിൽ നമ്മൾ ഭയങ്കര ബ്ലെസ്ഡായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു വലിയ ചർച്ചായിരുന്നു അത്. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി അവിടെ എല്ലാം കണ്ടു. കുറച്ച് നേരം അവിടെ ഇരുന്നു നമ്മൾ. അവിടുന്ന് പിന്നെ നമ്മൾ ഇവിടെ റോമിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫൗണ്ടെയിൻ ഉണ്ട്, ട്രെവി ഫൗണ്ടെയിൻ എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മൾ ആ ഒരു ഫൗണ്ടെയിനിൽ പോയിട്ട് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. സോ ഈ ഒരു ഫൗണ്ടെയിൻ കാണാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ പോയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അത്ര വലിയ സമയം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. കുറച്ച് നേരം ലൈനിൽ നിന്നു നമ്മൾ ഉള്ളിൽ പോയി. അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞാനും ഒരു കോയിനൊക്കെ എറിഞ്ഞ് കുറച്ച് എൻ്റെ ഒരു വിഷയൊക്കെ ചെയ്തു. നടക്കുമെന്ന് നമുക്ക് നോക്കാം. സോ അതാണ് ട്രെവി ഫൗണ്ടെയിൻ.
ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൽ നോക്കിയാൽ കാണാം, ഫുള്ള് കിടക്കുന്നത് പൈസയാണ്. ഇവിടെ വരുന്ന ആളുകൾ ഇങ്ങനെ പൈസ ഇട്ടിട്ട് ഇങ്ങനെ വിഷ് ചെയ്യുന്നതാണ്. ഇതിൽ ഫുള്ള് ആ കറുത്ത കളറിൽ കാണുന്നത് മുഴുവൻ പൈസയാണ്. അപ്പോൾ ട്രെവി ഫൗണ്ടനെ കണ്ട് നമ്മളിനി അടച്ച സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ ഞാൻ കണ്ടതാണ് ഒരു ഓട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ യൂറോപ്പിൽ അങ്ങനെ ഓട്ടോ കണ്ടിട്ടില്ല. സോ ഇത് കണ്ടപ്പോൾ ഒരു എന്തോ വീഡിയോ എടുക്കാൻ തോന്നി. ഇത് പണ്ടത്തെ പ്രശസ്തമായൊരു റോമൻ സംസ്കാരമാണ്, കൊളോസിയം എന്ന് പറയും. ഇത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിനെ ഫ്ലേവിയൻ ആംപി തിയേറ്റർ എന്നും വിളിക്കും. പണ്ടത്തെ ഇവിടെ ഒരു സ്റ്റേഡിയം പോലെയായിരുന്നു. ഒരു 50,000 to 80,000 ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വലിയ സ്റ്റേഡിയമാണ്. നമ്മളതൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഇറ്റലിയിൽ വന്നിട്ട് പാസ്തയും പിസയും കഴിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ്? സോ നമ്മൾ ഇറ്റാലിയൻ ഫേമസ് ഫുഡായ പാസ്തയും പിസയുമാണ് ഡിന്നറായിട്ട് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ റൂമിൽ പോയി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സെക്കൻഡ് ഡേ ഇൻ റോമാണ്. ഇത് ഒരു നീണ്ട ക്യൂ ആണ്. ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്ന് ഒരു 30 minutes അവിടെ നിന്നൊരു ബസ് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ വത്തിക്കാൻ സിറ്റിയിൽ വന്നു. വത്തിക്കാൻ സിറ്റിയിൽ വന്നിട്ട് നമ്മളിന്ന് പോപ്പിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അവിടെ സാധാരണ റോമിൽ സൺഡേയും വെനസ്ഡേയും ആണ് പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പോപ്പ് വിസിറ്റ് നടത്തുന്നത്. സോ ഞങ്ങൾ അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ വെനസ്ഡേ ഉള്ള ദിവസം നോക്കി നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ പോപ്പിനെ കാണാനായിട്ട് ഓൺലൈനായിട്ട് നമ്മളൊരു പ്ലേസ് റിസർവ് ചെയ്യണമായിരുന്നു. സോ അപ്പോൾ ഞാൻ ഇത് ഓൺലൈനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ അവർ ടിക്കറ്റ് ചെക്ക് ചെയ്യുകയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് നമ്മളെ അതിലേക്ക് ഒരു സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. സോ ഇതാണ് അത് കാണാനുള്ള തിരക്ക്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 1 മണിക്കൂർ നമ്മൾ ആ ഒരു ക്യൂവിൽ നിന്നു. ഞങ്ങൾ ഈ കാണാൻ വേണ്ടിയിട്ട് 8:30 മണിക്ക് വന്ന് നിന്നതാണ്. 10 മണിക്കാണ് പോപ്പ് വരുന്നത്. സോ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇത്രയും ആളുകൾ പല സ്ഥലത്തുനിന്ന് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ വന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പോപ്പിനെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നത്. എന്നിട്ട് ഇത്രയും ദിവസം ഇല്ലാത്തൊരു വെയിലുമായിരുന്നു അന്നത്തെ ദിവസം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആളുകളെല്ലാം കുടയും പിടിച്ച് നിൽക്കുന്നത്. അത്ര വെയിലായിരുന്നു, ചുട്ടുപൊള്ളുന്ന പോലത്തെ വെയിലായിരുന്നു ആ ദിവസം. പിന്നെ നമ്മൾ കുറേ സമയം നിന്നു. അപ്പോൾ പോപ്പ് ഇതാ നമ്മുടെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സമയമാണ്. നമ്മൾ പോപ്പിനെ കണ്ടു. പിന്നെ അവിടെ ഭയങ്കര വെയിലായിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് സൈഡിലോട്ട് മാറി. അങ്ങനെ അത് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് രാവിലെ ഇറങ്ങിയതായിരുന്നു, ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. സോ നമ്മളൊരു അതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു ബേക്കറി കൈൻഡ് ഓഫ് ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇതിവിടുത്തെ എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻ ഡെസേർട്ടൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പക്ഷേ മമ്മിക്ക് നമ്മുടെ ഇവിടുത്തെ ഇറ്റാലിയൻ സ്പെഷ്യലായിട്ടുള്ള ഡെസേർട്ട് തിരാമിസു എന്ന് പറയും. സോ ഞാനത് ഒരിക്കൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറ്റലിയിൽ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഇവർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവർക്ക് മേടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മൂലയിലും കുറേ ചർച്ചുകൾ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം, വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ഒരു
ഒരു കൺട്രി ആയിട്ട് വത്തിക്കാൻ സിറ്റിയെ ആണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ കൺട്രി ആയിട്ട്, റോമിൽ തന്നെ വേറൊരു കൺട്രി ആയിട്ടാണ് വത്തിക്കാൻ സിറ്റീനെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ പിന്നെ ആ ചർച്ചിലൊക്കെ കയറി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇവിടെ ഇതുവഴി വന്നപ്പോൾ ഒരു ചെറിയൊരു മ്യൂസിയമൊക്കെ കണ്ടു. പിന്നെ വലുതായിട്ടൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ഇതുവഴി നടന്നു, കുറേ സുവനീർ ഷോപ്സൊക്കെ കണ്ടു. സോ അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. സോ hope you guys enjoyed this vlog. If you haven't subscribed, please subscribe and like, share and comment. So thank you for watching. Bye.